ഒരിക്കലും ഒരു നല്ല സിനിമ ചെയ്തതിൻ്റെ പേരിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ സിനിമ ചെയ്തു, എന്തായിരുന്നു അതിൻ്റെ റീസൺ എന്നൊന്നും എനിക്കൊരു ആക്ടറിനോടും ഇതുവരെ ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിട്ടില്ല. പക്ഷേ ഉത്തമ വില്ലൻ എന്നാൽ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കമൽഹാസൻ കരിയറിൽ ഓഡിയൻസിന് വേണ്ടതിൻ്റെ ഒപ്പം തന്നെ തനിക്ക് എന്ത് വേണം എന്ന രീതിയിലും കുറേ സിനിമകളും ചെയ്തിട്ടുണ്ട്. അതിലും മിക്കതും ബോക്സ് ഓഫീസ് ഫെയിലിയേഴ്സ് ആണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമകളൊക്കെ അതിനോട് റെസൊണേറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ കിട്ടിയപ്പോൾ അത്തരം സിനിമകൾ കൾട്ടായിട്ടുണ്ട്. ഉത്തമ വില്ലൻ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലോട്ട് മിക്കവാറും ഇടം പിടിക്കുന്നൊരു സിനിമയാവും. അതിനൊരു വ്യക്തമായ റീസൺ ഉണ്ട്. അത് ഞാൻ മറ്റൊരു പോയിന്റിൽ പറയാം. കമൽഹാസൻ്റെ ഇമോഷണലാക്കിയ സിനിമകളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ അൻപേ ശിവം, ഗുണ. പക്ഷേ ഈ സിനിമകളൊക്കെ ഒരു സിനിമ എന്ന ലെവലിലെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിലും ഉത്തമ വില്ലൻ ഇതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. മനോരഞ്ജൻ എന്ന ആക്ടറായിട്ടാണ് ഈ സിനിമയിൽ ക്യാച്ച് വരുന്നതെങ്കിലും റിയൽ ലൈഫ് സിനാരിയോസിനോട് സാമ്യതകൾ തോന്നിക്കുന്ന ചില റെഫറൻസുകൾ ഈ സിനിമയ്ക്ക് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ജസ്റ്റ് ഒരു സിനിമയ്ക്കുപരി സ്വന്തം ലൈഫിൽ നിന്ന് കുറച്ച് റെഫറൻസുകൾ എടുത്ത് തൻ്റെ സിനിമ കരിയറിനോടും അതിനോട് കാണിച്ച പാഷനോടും കൊടുക്കുന്നൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഉത്തമ വില്ലൻ എന്ന സിനിമ മാറുന്നത്. അതും വളരെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റിലാവുമ്പോൾ നല്ല ഹേർട്ടിംഗ് ആയിട്ട് ഈ സിനിമ മാറുന്നുണ്ട്. മനോരഞ്ജൻ്റെ ലാസ്റ്റ് ഡേയ്സിൽ ഒരു സിനിമ ചെയ്യണം എന്ന മോഹത്തോടു കൂടി തൻ്റെ അവസാനത്തെ സിനിമ ചെയ്യാൻ തൻ്റെ ഗുരുവായ മാർഗദർശിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. തൻ്റെ തുടക്കകാലത്തെ കുറേ ഹിറ്റുകൾ തന്നൊരു സംവിധായകൻ. മാർഗദർശി എന്ന ക്യാരക്ടർ ചെയ്ത കെ ബാലചന്ദ്രനും റിയൽ ലൈഫിലും കമൽഹാസന് ഇങ്ങനെ തന്നെയായിരുന്നു. ഈ സിനിമയ്ക്കടുത്ത് വരുന്ന സിനിമയും ഈ സിനിമയും ഒരു ഓപ്പോസിറ്റായ കാര്യങ്ങൾ കൊണ്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഉത്തമൻ എന്ന മാർഗദർശിയുടെ സിനിമയിലെ കഥാപാത്രം എത്രയൊക്കെ മരിക്കുന്ന സാഹചര്യങ്ങൾ വന്നാലും മരണമില്ലാത്തൊരു കഥാപാത്രമാണ്. എന്നാൽ മനോരഞ്ജൻ എന്ന ആക്ടർ ബ്രെയിൻ ട്യൂമർ കാരണമുള്ളത് കാരണം മരണം കാത്തിരിക്കുന്നൊരു ക്യാരക്ടറാണ്. ഡയറക്റ്റ് ഓപ്പോസിറ്റായ കാര്യങ്ങൾ. പക്ഷേ ഇത് കമൽഹാസൻ്റെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു റെഫറൻസ് ആണ്. ഇതിലിപ്പോൾ ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ വേണ്ടി മാർഗദർശിയുമായിട്ട് അവസാനത്തെ സിനിമ ചെയ്യുന്നത് പോലെയാണ് ക്രേസി മോഹനുമായിട്ടൊരു സീരീസ് ഓഫ് കോമഡി സിനിമകൾ ചെയ്തിരുന്നത്. പക്ഷെ മനോരഞ്ജൻ്റെ റിയൽ ലൈഫ് കാണിക്കുന്ന പോലെയായിരുന്നു കമൽഹാസൻ തനിക്ക് വേണ്ടി ചെയ്ത സിനിമകളുടെ കാര്യം. അത് വന്ന ടൈമിൽ അതിന് ഓഡിയൻസും ഇല്ല, ബോക്സ് ഓഫീസിലെ ഫെയിലറുമായി. മനോഹർ എന്ന ക്യാരക്ടറുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം മനോരഞ്ജൻ്റെ സിനിമകളോട് തുടക്കത്തിൽ കൊടുക്കുന്ന ഒരു അപ്രോച്ചുണ്ട്. ഇഗ്നോറൻ്റായി എന്നാൽ ചെയ്യുന്ന വർക്ക് ഒന്നും ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളൊരു ലെവൽ. പക്ഷേ അച്ഛനിനി അധിക കാലം ഉണ്ടാവില്ല എന്നുള്ള റിയാലിറ്റി തിരിച്ചറിയുമ്പോൾ ഈ ക്യാരക്ടർ ബ്രേക്ക് ആവുന്ന സീക്വൻസ് ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ പാക്കത്തിരിക്കണ എല്ലാവർക്കും നിങ്ങൾ യാറിന് കാട്ടണം എന്ന ഡയലോഗ് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മനോരഞ്ജൻ സ്ക്രീൻ പ്ലേ ഒക്കെ പഠിച്ചൊരു നല്ല നടനായിട്ട് സിനിമയൊക്കെ ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ ഇറുക്കളം ആണ് അവൻ്റെ അപ്പ ഇല്ല എന്ന് പറഞ്ഞ് മനോഹർ അവിടെ നിന്ന് കരഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ ഈ സീന് ഭയങ്കരമായിട്ട് ഇൻറ്റൻസിഫൈ ആവുന്നുണ്ട്. ഈ സിനിമയിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സീക്വൻസ് ആണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ജസ്റ്റ് ഒരു സിനിമയായിട്ട് മാത്രം കാണാൻ പറ്റില്ല എന്ന്. അതിൻ്റെ റീസൺ ഈ സിനിമ ചെയ്യാനുണ്ടായൊരു തോട്ട് പ്രോസസ്സ് എന്താവും എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ്. ഇങ്ങനെ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്കും റിയൽ ലൈഫിൽ കമൽഹാസൻ മരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിലുള്ളൊരു തോട്ട് പ്രോസസ്സ് വെച്ച് ചെയ്ത പോലെ ഒരു സിനിമയായിട്ടാണ് ഉത്തമ വില്ലൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വന്തം ലൈഫ് വെച്ചൊരു ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ ചെയ്തൊരു സിനിമ ചെയ്യുന്നത് എനിക്കത്ര നോർമൽ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. മനോഹറിന് മനോരഞ്ജനോട് ചോദിക്കാനുള്ള അതേ ടെൻഡൻസി തന്നെയാണ് എനിക്ക് ഗ്യാസിനോടും ഉള്ളത്. വയ്യോ, കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമ അതത്ര ഈസി ആയിട്ട് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ഉത്തമ വില്ലൻ ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നൊരു സിനിമയായിട്ട് വരില്ല. പക്ഷേ ഈ ലെജൻഡ് മരിക്കുന്ന ദിവസം ഈ സിനിമ ട്രെൻഡാവും, ചർച്ചകളിലോട്ട് വരും, കൾട്ടാവും, ഈ സിനിമ മോർ മീനിങ് ഉണ്ടാക്കും. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാവും ഈ സിനിമ മോർ പെയിൻഫുൾ ആവുക. ആൻഡ് താങ്ക് യു മിസ്റ്റർ കമൽഹാസൻ. ഉത്തമ വില്ലൻ എന്ന സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.